ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി അല്ലല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജോയൽ, ഗണിതം ലളിതമായിട്ട് വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അതാ ഏറ്റവും നല്ലത്. ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഈ ടഫ് എന്ന് വിചാരിക്കുമ്പോഴാണ് ആക്ച്വലി ടഫായി പോകുന്നത്. ടേക്ക് ഇറ്റ് ഈസി. ലളിതമാണ് ഗണിതം. ഗണിതം ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമില്ല എന്നുള്ള നല്ല ഒരു ചാലഞ്ചിങ് സ്പിരിറ്റോട് പോയി കഴിഞ്ഞതൊക്കെ ലളിതം തന്നെയാണ്, സിമ്പിളാണ്. ഓക്കെ, ആ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് അതിന് വേണ്ടത്. നമുക്ക് എല്ലാം ശരിയാക്കാം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന CBSE മാത്സിൻ്റെ ക്ലാസ് 6 ചാപ്റ്റർ 11 ആൾജിബ്ര പാർട്ട് 2 ആണ്. ക്ലാസ്സിൽ പോവാം. അപ്പോൾ ആൾജിബ്രയിൽ നമ്മൾ എന്താണ് വ്യത്യാസം മനസ്സിലാക്കിയത്? മറ്റേ നമ്പേഴ്സും അരിത്തമാറ്റിക്കും ഇതൊക്കെ വ്യത്യാസം എന്താണ്? ആൾജിബ്രയിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ ചെയ്യും. ABXYZ അങ്ങനെ. അത് എടുക്കുന്നത് ഒരു വേരിയബിൾ എന്ന് പറയും നമ്മൾ. അതിൻ്റെ വാല്യൂ വേരി ആവും, പക്ഷേ അതൊരു ഫോർമുല മാതിരി ഏത് സന്ദർഭത്തിലും അത് ഉപയോഗിക്കാവുന്ന മാറ്റൊരു ഫോർമുല നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ആൾജിബ്രയിൽ അതിൻ്റെ ഒരു ബേസിക്സ് അതാണ്. അപ്പോൾ നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ ഇത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമുക്ക് വളരെ മണ്ടകായുന്ന കുറേ പ്രോബ്ലംസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു ഫോർമുല അന്വേഷിച്ചുണ്ടാക്കി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സരിത, സവിത, 2 കുട്ടികൾ. സരിതയ്ക്ക് സരിതയുടെ കയ്യിൽ എത്ര ആപ്പിളുണ്ടോ അതിനേക്കാളും 10 ആപ്പിൾ കൂടുതൽ സവിതയുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കും. സരിതയുടെ കയ്യിലുള്ള എത്ര എണ്ണം ആപ്പിളുണ്ടോ അതിനേക്കാളും 10 എണ്ണം കൂടുതൽ സവിതയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവിതയുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ എണ്ണം A എന്ന് വിചാരിക്കുക. ആ എക്ക് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ വിവരം വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? സവിതയുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ എണ്ണം A എന്ന് പറയുന്നത് സരിതയുടെ കയ്യിലുള്ള ആപ്പിൾ എത്ര എണ്ണം ഉണ്ട് അതിനേക്കാളും 10 കൂടുതലാണ്. അപ്പോൾ സരിതയുടെ കയ്യിൽ B എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. B+10. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് നമ്മളൊരു ഇക്വേഷൻ അഥവാ ഫോർമുലയുടെ രൂപത്തിൽ എഴുതുമ്പോഴാണ് A എന്ന് പറയുന്നത് സവിതയുടെ കയ്യിലുള്ള ആപ്പിളുകളുടെ എണ്ണം, B എന്നുള്ളത് സരിതയുടെ കയ്യിലുള്ള ആപ്പിളുകളുടെ എണ്ണം. അപ്പോൾ സരിതയുടെ കയ്യിലുള്ള ആപ്പിളുകളുടെ എണ്ണം എത്രയാണെങ്കിലും അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സവിതയുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ എണ്ണം കിട്ടി. ഇതാണ് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കുന്നത്. ഇപ്പോൾ Aയും B എത്രയും നമുക്കറിയില്ല, അതുകൊണ്ടാണ് വേരിയബിൾ. അതായത് എത്ര എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു കണ്ടീഷന്മാർ പറയാണ്, എത്ര കൊടുത്തു കഴിഞ്ഞാലും സരിതയുടെ കയ്യിലുള്ള ആപ്പിളിനേക്കാളും 10 എണ്ണം കൂടുതൽ സവിതയ്ക്ക് വേണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ഫോർമുല നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ സരിതയുടെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ B എന്ന് പറയുന്ന 5. അപ്പോൾ സവിതയുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടാവും? പെട്ടെന്ന് കണ്ടെത്താം അല്ലേ? 5+10 15. അപ്പോൾ നമ്മളിതിനെ എന്താ പറയുക? B 5 ആണെങ്കിൽ A 15 ആയിരിക്കും, അല്ലേ? B 5 ആണെങ്കിൽ A 15 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് ഏത് നമ്പർ വന്നാലും നമുക്ക് ഈ സവിതയുടെ കയ്യിലുള്ള എത്ര ആപ്പിൾ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ 95 ആണ് B എന്ന് വിചാരിക്കുക. B 95, അതായത് സരിതയുടെ കയ്യിൽ 95 ആപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ A കിട്ടും. A എന്താ കിട്ടുക? 105. അപ്പോൾ ഉടനടി നമുക്ക് ഉത്തരം കിട്ടി. A എത്രയാണ്? 105. ഇത്രയേ ഉള്ളൂ ആൾജിബ്ര. നമ്മൾ ഏതാണോ അറിയാത്തത് അതിനൊരു വാല്യൂ, ഒരു B-യോ A-എന്നോ X-Y-Z എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പിന്നെ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും.
അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഇതുമാതിരി നമ്മൾ ഫോർമുല കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം. വേറൊരു ഉദാഹരണം എടുക്കാം. 2 ഏട്ടനും അനിയനും ഉണ്ടായിരുന്നു. മൂത്ത ആൾ ജോസഫ്, രണ്ടാമത്തെ ആൾ വർഗീസ്. അപ്പോൾ ഇതിൽ വർഗീസ് താഴത്തെ ആൾ നമ്മുടെ വീട്ടിൽ വന്നു വിചാരിക്കുക. അപ്പോൾ അയാളോട് ചോദിച്ചു, അല്ല ജോസഫിന് ഇപ്പോൾ എത്ര വയസ്സായി ഉണ്ടാവും എന്ന് ചോദിക്കുക. അപ്പോൾ വർഗീസിന് ജോസഫിൻ്റെ വയസ്സൊന്നും അറിയില്ല. അവർ ഒരുമിച്ചല്ല താമസിക്കണം എന്ന് വിചാരിച്ചോളൂ, ദൂരത്താണ്. പക്ഷേ വർഗീസ് ചെറുപ്പത്തിൽ നിന്ന് ഓർത്തെടുത്തൊരു കാര്യം പറഞ്ഞു. ചെറുപ്പത്തിൽ എന്നെക്കാളും ഒരു 6 വയസ്സ് കൂടുതലായിരുന്നു ജോസഫിനെ. എനിക്ക് 4 വയസ്സുള്ള ജോസഫിന് 10 വയസ്സാണ്. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതിയില്ല. ഉടനടി നമ്മൾ ഫോർമുല ഉണ്ടാക്കി. ജോസഫിൻ്റെ വയസ്സ് A ആണെങ്കിൽ വർഗീസിൻ്റെ വയസ്സ് B ആണെങ്കിൽ, അപ്പോൾ വർഗീസ് എന്താ പറയണത്? B+4 ആണോ അല്ലേ? വർഗീസ് പറഞ്ഞത് എന്നെക്കാളും അല്ല B+6, എന്നേക്കാളും 6 വയസ്സ് കൂടുതലാണ് ഏട്ടൻ എന്നാ പറയണത്. അപ്പോൾ അതായത് 4 വയസ്സുള്ളപ്പോൾ ഏട്ടന് 10 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജോസഫിൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഫോർമുല മാത്രം പോരെ. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ വർഗീസിനോട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ വർഗീസ് പറയാണ് 70 വയസ്സായി, 70. അപ്പോൾ നമുക്ക് കിട്ടി വർഗീസിൻ്റെ ഈ B എന്നുള്ളത് 70 എന്നുള്ളത് അയാൾ പറഞ്ഞു. ഇനിയിപ്പോൾ A കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. എന്താ കാരണം? A = B+6 ആണ്. അതായത് 70 + 6 അതെന്ത് വരും? 76. അപ്പോൾ Aയുടെ വയസ്സ് 76, ജോസഫിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 76. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് കാര്യം ഇങ്ങനൊരു കണ്ടീഷനായിട്ട് പറയുന്നത് നമുക്കത് ഫോർമുലയാക്കി മാറ്റാം. എന്നിട്ട് ആ ഫോർമുല വെച്ചിട്ട് ഓരോ കാര്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി നോക്കാം. ഈ ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓംലെറ്റ് നല്ല സ്വാദുള്ള സാധനമല്ലേ ഓംലെറ്റ്. ഓംലെറ്റിൻ്റെ വില ചില ഹോട്ടലിൽ അവർ 5 റുപ്യ എന്ന് പറയും, ചിലപ്പോൾ 10 റുപ്യ എന്ന് പറയും അല്ലേ? പക്ഷേ ഈ ഓംലെറ്റിൻ്റെ വില എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ്? മുട്ടയുടെ വിലയായിട്ട് ഡിപ്പെൻഡാണ്. മുട്ടയ്ക്ക് വില കൂടിയാൽ ഓംലെറ്റിന് വില കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ഓംലെറ്റിൻ്റെ വിലയും മുട്ടയുടെ വിലയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഷോപ്പിൽ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വിലയുടെ ഇരട്ടിയാണ് ഓംലെറ്റിൻ്റെ വില എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 4 രൂപയാണെങ്കിൽ ഓംലെറ്റിൻ്റെ വില ഒരു 8 റുപ്യാണ്. അപ്പോൾ ഫോർമുല നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാം. ഓംലെറ്റിൻ്റെ വില O = മുട്ട എഗ്ഗ് E × 2. ഇതാണ് അവിടെ ഫോർമുല വരിക. O = E × 2. ഇവിടെ O എന്ന് പറയുന്ന ഓംലെറ്റിൻ്റെ വില, E എന്ന് പറഞ്ഞ എഗ്ഗിൻ്റെ വില. എഗ്ഗിൻ്റെ വില എന്താണോ അതിൻ്റെ 2 ഇരട്ടിയാണ്. അതല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓംലെറ്റിൻ്റെ വില കിട്ടും. അപ്പോൾ ഇങ്ങനെ മുട്ടയുടെ വില ഇടയ്ക്ക് കൂടുകയും കുറഞ്ഞൊക്കെ ചെയ്യില്ലേ? അപ്പോൾ ഒരു നല്ലപോലെ ഡിമാൻഡുള്ള ഒരു സമയത്ത് മുട്ടയുടെ വില 6 റുപ്യയായി, 6 റുപ്പീസ് ഒരു മുട്ടയ്ക്ക്. അപ്പോൾ ഓംലെറ്റിൻ്റെ വില എത്രയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഓംലെറ്റിൻ്റെ വില എഗ്ഗിൻ്റെ വില × 2 ആണ്. ഇവിടെ എഗ്ഗിന് വില 6 റുപ്പീസായി. അപ്പോൾ 6 × 2 അതായത് 12 റുപ്പീസ്. ഓംലെറ്റിൻ്റെ വില 12 റുപ്പീസ്. കണ്ടുപിടിച്ചില്ലേ? ഇതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. ഫോർമുല ഉപയോഗിച്ച് പല കണ്ടുപിടുത്തങ്ങളും നടത്താനും പറ്റും. സാധാരണ ഇതിൽ പെട്ടെന്ന് ബുദ്ധിമുട്ട് തോന്നുന്ന കണ്ടുപിടുത്തത്തിൽ ഫോർമുലയാക്കിയാൽ പെട്ടെന്ന് കണ്ടെത്താം. ഇനി നമ്മൾ പറയണത് the value of the variable in an equation which satisfies the equation is called a solution to the equation. അതായത് ഒരു ഇക്വേഷനിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ആ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു ഇക്വേഷനാണ്. O = E × 2. അപ്പോൾ ഈക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓയുടെ വാല്യൂ എന്ത് നമ്മൾ കണ്ടുപിടിച്ച് 12. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ് ആ ഇക്വേഷൻ്റെ അല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നോക്കാം. A = B + 10.
ഇതിൽ എ എന്ന് പറയുന്നത് 19 ആണെങ്കിൽ ബി എന്തായിരിക്കും? ഇവിടെ 10 അല്ലേ വരിക. ബിയുടെ 10ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 19 കിട്ടും? 9 ആഡ് ചെയ്താൽ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ്റെ ബിയുടെ ഒരു സൊല്യൂഷനാണ് 9 എന്നുള്ളത്. ഇത് 19 ആണെങ്കിൽ 9 ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ സിമ്പൽ ഇതാണ് അല്ലേ? ഇതിനെല്ലാം നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 വര ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇക്വേഷനായി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതും റൈറ്റ് സൈഡിൽ കിടക്കുന്നതും ഒന്നായിരിക്കും. അതാണ് ഈക്വൽ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ? 10 + 9 19. ഇവിടെ 19. ഇവിടെ 6 × 2 12. ഇവിടെ 12 ഉണ്ടോ? അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റൂൾ ഇതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതും ഒരേ സമ്മായിരിക്കണം, ഒരേ ഫിഗർ ആയിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മളൊരു ഇക്വേഷൻ്റെ ഒരു ബേസിക് കാര്യം LHS = RHS എന്ന് പറയും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതിനെ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റൂ. പിടികിട്ടിയ? അല്ലാത്ത ഒന്നും ഇക്വേഷൻ അല്ല. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒപ്പായിട്ടുള്ളതിന് ഇക്വേഷൻ എന്ന് പറയുന്നു. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒപ്പായിട്ട് കിടക്കുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിന് എന്താണ് വാല്യൂ, ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ ആ വേരിയബിളിന് എന്താണ് വാല്യൂ എന്ന് കണ്ടെത്തുന്നതിനെ നമ്മൾ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇക്വേഷനിൽ ഇപ്പോൾ ഒരു വേരിയബിൾ ഇട്ട് നമുക്ക് ഇതിന് എത്രേൻ്റെ ഫിഗർ അറിയില്ല, ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയുള്ളൂ. നമ്മൾ കണക്ക് ചെയ്ത് ഈ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ ഇപ്പോൾ O എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ 12 എന്ന് കണ്ടെത്തി. അപ്പോൾ അതൊരു സൊല്യൂഷനാണ്. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചില ഇക്വേഷനിൽ ഒറ്റ വേരിയബിളേ ഉണ്ടാവുള്ളൂ, ചിലതിൽ 2 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമത് ലൈക്ക് കഴിഞ്ഞത് അൺസബ്സ്ക്രൈബ് ആവും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോക്കുക സബ്സ്ക്രൈബ്ഡ് എന്നുള്ള മെസ്സേജ് വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തുക. അപ്പോൾ അതുമാതിരി ബാക്കി ഇനി ആരെങ്കിലും വിട്ടുപോയ കൂട്ടുകാരാരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അവനോട് പറഞ്ഞില്ല ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഓർമ്മ വെച്ച് അവരെ കൂടി അവരോട് കൂടി ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് അവരെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.